ശ്രീ കെ റഫീഖിലേക്ക്. റഫീഖിനെ ഇപ്പോൾ കേരളീയർക്ക് മുഴുവൻ പരിചിതനാണ്. ഒരുപക്ഷെ ആ വേഷം മാറിയിട്ടുള്ളൂ എന്നേ ഉള്ളൂ. കാരണം സർക്കാരിൻ്റെയും ക്ഷേമപ്രവർത്തിയുടെയും ഒക്കെ കയ്യും മെയ്യുമായി ഡിവൈഎഫ്ഐക്കാർ മാറുകയായിരുന്നു. അത് മൃതദേഹങ്ങൾ തിരയുന്നതിനായാലും ജീവൻ രക്ഷിക്കുന്നതിനായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾക്കായാലും മറ്റെല്ലാത്തിനും. ഇന്നിപ്പോൾ ഏറ്റവും എണ്ണയിട്ട യന്ത്രം പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു, അതിനുശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു. അത് കൃത്യമായി വരച്ചിട്ടു ശ്രീ സി കെ ശശീന്ദ്രൻ. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ഇതുവരെ അവിടെ പ്രവർത്തനം തുടരുന്ന ഡിവൈഎഫ്ഐ ഇപ്പോഴെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് അതിനെ പിരിച്ചുവിട്ട് വാടക വീട്ടിലേക്ക് മാറുമ്പോഴുള്ള സാഹചര്യം ഇതൊക്കെ ഞങ്ങൾക്കായി നൽകൂ റഫീഖ്. തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം, സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖത്ത് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ ശ്രീ സി കെ ശശീന്ദ്രൻ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ വീണ്ടും കടക്കേണ്ടതില്ല. അതായത് ഗവൺമെൻറ് വളരെ കൃത്യമായൊരു പ്ലാനിങ്ങോട് തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ വേണ്ടിയിരുന്നത് രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനം മുതൽ ഏകോപിപ്പിക്കാൻ വേണ്ടി മന്ത്രിതലത്തിലുള്ള ഒരു ഉപസമിതിയെ നിയോഗിച്ചു. ആ 30-ാം തീയതി തന്നെ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകളിലും വളരെ കൃത്യമായി ഗവൺമെൻറ് സംവിധാനം എന്നതിൽ ഇടപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആ സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇടപെടാൻ ഡിവൈഎഫ്ഐ എന്ന നിലയിലും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ രക്ഷാപ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ എത്താനും എങ്ങനെയെങ്കിലും ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ആ നിലയിലുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിയത്. ഒരുപാട് പേരെ അതിൻ്റെ ഭാഗമായി രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് തിരച്ചിൽ എന്ന പ്രവർത്തനമാണ്. ആ തിരച്ചിലിൻ്റെ ഭാഗമായി ചാലിയാറിൽ നിന്ന് നമുക്ക് ബോഡി ലഭിക്കുന്ന സാഹചര്യം, അതിനുള്ള പ്രവർത്തനം ഇവിടെയും മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല ഭാഗത്തുള്ള പ്രദേശങ്ങളിലുള്ള ആ പ്രവർത്തനം ആ നിലയിലാണ് നടത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ഈ ദിവസം വരെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ ഇന്നും അവിടെ പ്രദേശത്ത്. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും അവിടെ വന്ന്, റഫീഖ് അടക്കമുള്ളവരുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചിരപരിചിതമാണ്. കാരണം നമ്മുടെ ഫയലിൽ അത് പോകുന്നുണ്ട്, ഫയൽ ചിത്രങ്ങളിൽ അത് പോകുന്നുണ്ട്. ഒപ്പം അന്ന് മുതൽ തന്നെ കൈരളി ന്യൂസ് അവിടെ തുടരുന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഈ വി ഡി സതീശൻ അവിടെ എത്തി റഫീഖ് അടക്കമുള്ളവരോട് നോക്കിയാണ് ഡിവൈഎഫ്ഐക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം മുതലേ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ശ്ലാഘിച്ചിട്ട് പോകേണ്ടി വന്നു അദ്ദേഹത്തിന് പോലും. അതെ, ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങളെ അദ്ദേഹം കണ്ട് തിരിച്ചറിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ എത്രയോ പ്രവർത്തകർ, ഒരുപാട് പ്രവർത്തകർ ഓരോ ദിവസവും, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും, അതാണ് 250-ഓളം പ്രവർത്തകർ ഏകദേശം എല്ലാ ദിവസവും, ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസവും ഈ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് നേതൃത്വം കൊടുക്കുന്നവരെന്ന നിലയിൽ പല സ്ഥലത്ത് ഞങ്ങളെ കാണുന്നു എന്ന് മാത്രം. ഓരോ ആളുകളും ഓരോ ഭാഗത്തായി കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അത് തുടരുക. ഇന്നത്ര എണ്ണം ആവശ്യം അവിടെ ഇല്ല, അതുകൊണ്ട് അത്രയും എണ്ണമില്ല. പക്ഷേ ഇന്നും നമ്മളെ പ്രവർത്തകർ അവിടെ ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നൊരു പ്രവർത്തനമാണ് നമ്മുടെ ക്യാമ്പുകളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകൾ അവർ വീടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ വീടുകളിൽ അവർക്ക് സർക്കാർ തന്നെ ആവശ്യമായ ഇത് കൊടുക്കുന്നുണ്ട്. ബെഡും അതുപോലെ കട്ടിൽ, അതുപോലെ നമ്മുടെ അടുക്കള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ വീടുകൾ അറേഞ്ച് ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനം ഇപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ സർക്കാർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഈ വീടുകളിൽ നമ്മൾ നടത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു ലോകത്ത് തന്നെ ഇതുപോലെ ഒരു ദുരന്തമുഖത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞ ഒരു സർക്കാർ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. വിശദീകരിക്കുന്നതിൽ വിട്ടുപോയ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പറയാമെന്ന് കരുതിയ വിഷയമായിരിക്കും. അതോടൊപ്പം തന്നെ സർക്കാർ ഈ ആളുകൾക്ക് സഹായവും ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 10,000 രൂപ വീതം ഗവൺമെൻറ് ആളുകളുടെ അക്കൗണ്ടിലേക്ക് അടിയന്തര സഹായം എന്നതിൽ എത്തിച്ചു കഴിഞ്ഞു. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം നൽകുന്ന സാഹചര്യമുണ്ടായി. CMDRFൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്ക് വരെ 300 രൂപ പ്രതിദിനം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയെല്ലാമുള്ള പ്രവർത്തനങ്ങൾ.
അതോടൊപ്പം ജോലി കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തൊഴിൽ മേളയുടെ ഭാഗമായി 59 പേർക്ക് തൊഴിൽ നൽകാനുള്ള വന്നു. 127 പേർക്ക് അതിൻ്റെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആളുകൾ 1162 സർട്ടിഫിക്കറ്റുകളാണ് 878 പേർക്കായിട്ട് നൽകിയത്. ഇതെല്ലാം ഈ ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഈ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ ഗവൺമെൻറ് സംവിധാനം ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.